നമസ്തേ. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ആൾക്കാർ, ഇസ്രായേലിയർ, വേശ്യകളുടെ കൂട്ടുകാരൻ എന്ന് വിളിച്ചിരുന്നത് എന്നതിൻ്റെ കാരണം ബൈബിളിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമല്ലോ. ഇവിടെ യേശുവിൻ്റെ കാലിൽ വിലയേറിയ സുഗന്ധതൈലം പൂശുന്നുണ്ട്. അപ്പോൾ അത് മത്തായിയുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മാർക്കോസിൻ്റെ പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ യോഹന്നാൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. അപ്പോൾ മത്തായിലും മാർക്കോസിലും പറഞ്ഞിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് വായിച്ച് കേൾപ്പിച്ചുതരാവേ. ഒരു സെക്കൻഡ്. ഓക്കെ, കേട്ടോളൂ. ഇത് മത്തായിയുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം വാക്യം. യേശു ബെഥനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ, അപ്പോൾ ബെഥനിയിൽ ഒരു കുഷ്ഠരോഗിയുണ്ട്, അവൻ്റെ പേര് ശിമയോൻ. അയാളുടെ വീട്ടിലിരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ചൊരു കൽപാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവൻ്റെ ശിരസിലൊഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ, ഒന്നിലധികം പേരുണ്ട്, കോപത്തോടെ പറഞ്ഞു, എന്തിനീ പാഴ്ചെലവ്? ഈ സുഗന്ധതൈലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു. ഇത് ഗ്രഹിക്കാനെന്ന് പറഞ്ഞാൽ തന്നെ അവർ കോപത്തോടെ യേശുവിനോട് സംസാരിച്ചല്ലേ, പിന്നെ ഇത് ഗ്രഹിക്കാനെന്ന് പറയണത് എന്താണ്? യേശു ഇത് കേട്ട് എന്നാണ് പറയേണ്ടത്. എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവളെൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിലെവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ വന്ന് തലയിൽ തൈലം പൂശി എന്നാണ് പറഞ്ഞത്. ആ സ്ത്രീ വേശ്യയാണോ വേശ്യയല്ലേ അതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ വിലയേറിയ സുഗന്ധതൈലം പൂശി എന്നാണ് പറഞ്ഞേക്കണം. ഇത് തന്നെയാണ് മാർക്കോസിലും പറഞ്ഞിരിക്കുന്നത്, ഇത് തന്നെയാണ്. അപ്പോൾ ഞാനത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതേ സെയിം തന്നെയാണ് മാർക്കോസ്. എന്നാലും ഒന്നുകൂടി വായിച്ചു നോക്കാം, വായിക്കാം. അത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി. ഒരു സെക്കൻഡ്. മാർക്കോസിൻ്റെ പുസ്തകം 14-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. മാർക്കോസിൻ്റെ പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യം. അവൻ ബഥനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധതൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. കണ്ട, വിലയേറിയ സുഗന്ധതൈലം. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിലൊഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു. മറ്റിടത്ത് അങ്ങനെയല്ല, എല്ലാവരും ശിഷ്യന്മാർ അമർഷത്തോടെ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പരസ്പരം പറഞ്ഞു എന്നല്ല. ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന്? ഇത് 300-ലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ സ്വൈര്യമായി വിടുക. അപ്പോൾ ഇവിടെ അവർ സംസാരിക്കുന്നത് യേശുവിനോടല്ല, ആ സ്ത്രീയോടാണ് സംസാരിക്കുന്നത്. എന്തിനിവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പറയുന്നത് പെസഹ തിരുനാളിന് 6 ദിവസം മുമ്പെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് യേശുവിന് കുളി നനയൊന്നും ഇല്ലെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാചല്ലേ, ശൗചം എന്ന് പറഞ്ഞാൽ തൊട്ട് തിന്നിട്ടുണ്ടാവില്ല. കാരണം യേശു പറയുന്നതാണ്, ഈ തൈലം പൂശിയേക്കണത്
ഞാൻ ചാകുമ്പോൾ എൻ്റെ ഡെഡ് ബോഡിയിൽ പൂശാനുള്ള തൈലമാണിത്. അതാണ് പൂശിയേക്കണത്. അത് ഇപ്പോൾ ചാകണേന് 6 ദിവസം മുമ്പേണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ തൈലം പൂശിയിട്ടുണ്ടെങ്കിൽ യേശു കുളിച്ച് കഴിഞ്ഞാൽ തൈലം പോയി ഇല്ലേ? അപ്പോൾ യേശുവിന് കുളിയില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതൊരു ചെറിയ കാര്യമാണ്. അപ്പോൾ മെയിനായിട്ടുള്ള സംഭവത്തിലോട്ട് വരാം. ഇപ്പോൾ ഈ രണ്ടും മത്തായി മാർക്കോസും ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇനി യോഹന്നാനിലേക്ക് വരാം. മത്തായിലും മാർക്കോസിലും സ്ത്രീയുടെ പേര് പറയുന്നില്ല. ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ബെഥനിയായിൽ വെച്ചാണ് സംഭവിച്ചത്. ബെഥനിയായിൽ എവിടെ? ശിമയോൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ വെച്ച്. ഇനി ഇത് തന്നെ യോഹന്നാൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. വേണ്ട, അവർ അവന് അത്താഴം ഒരുക്കി. അതായത് രാത്രിയാണ് വന്നത്. അതായത് ഇതിൽ ലാസറസിൻ്റെ പെങ്ങന്മാരെന്ന് വെച്ചാൽ വേശികളാണ്. അപ്പോൾ വേശികളുടെ വീട്ടിലേക്ക് അന്തി നേരത്ത് ഓടിച്ചെല്ലന്നാണ് യേശുവും ശിഷ്യന്മാരും കൂടി. വെറുതെ അല്ല യേശുവിനെ വേശികളുടെ കൂട്ടുകാരെന്ന് വിളിച്ചത്. അപ്പോൾ അവർ അവനെ അത്താഴം ഒരുക്കി. ആര്? ഈ മാർത്തയും മറിയം, ഈ വേശികളുടെ കൂടെ തീറ്റയും കുടിയും കിടപ്പും. മനസ്സിലായോ? ദൈവപുത്രനാകാൻ ഇനി ക്വാളിഫിക്കേഷനൊന്നും വേറെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവർ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായൊരു കുപ്പി നാർദിയിൽ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു. കണ്ടോ? ഇവിടെ മത്തായിലും മാർക്കോസിലും പറഞ്ഞിരിക്കുന്നതിൽ ഭിന്നമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം മത്തായിലും മാർക്കോസിലും യേശു ഇരിക്കുന്നത് ലാസറിൻ്റെ വീട്ടിലല്ല. യേശു ഇരിക്കുന്നത് കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിലാണ്. പക്ഷേ യോഹന്നാൻ്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ യേശു ഈ വേശ്യാലയത്തിലായി, ലാസറിൻ്റെ വേശ്യാലയത്തിൽ. അപ്പോൾ മാത്രമല്ല, ഒരു വ്യത്യാസം കൂടിയുണ്ട്. മത്തായിലും മാർക്കോസിലും ഒരു സ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ തലയിലാണ് പൂശണത്. ഇവിടെ അതേ സ്ത്രീ തന്നെ പാദങ്ങളിൽ പൂശി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? കണ്ട, അപ്പോൾ ഇത് രണ്ടും ഒരേ സ്ത്രീയാണെന്ന് മനസ്സിലായി. കാരണം നമ്മൾ നേരത്തെ വായിച്ചല്ലോ. നോക്കട്ടെ, ഒന്നുകൂടി വായിക്കട്ടെ. ഇങ്ങനെയാണ് ബൈബിൾ സ്റ്റഡി ചെയ്യണം ബ്രോ. മത്തായിയുടെ പുസ്തകം 4-ാമത്തെ. ഓക്കെ, ഇത് 300-ലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ഇപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ പുസ്തകത്തിലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ തൈലത്തിൻ്റെ വില ഒക്കെ എല്ലാ പുസ്തകത്തിലും ഒരേപോലെയാണ്. അപ്പോൾ ഒരേ സ്ത്രീ തന്നെയാണ് കൊണ്ടുവന്നേക്കണം. മറ്റ് 2 പുസ്തകങ്ങളിലും സ്ത്രീയുടെ പേര് പറയുന്നില്ല. ഒരു സ്ത്രീ കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയെ പൂശി എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ പുസ്തകത്തിൽ പേര് പറയുന്നുണ്ട്, പക്ഷെ പൂശുന്നത് കാലിലാണ്. എന്തുമാത്രം വ്യത്യാസമെന്ന് നോക്കിക്കേ. എന്തുമാത്രം ഒരു ചെറിയൊരു സംഭവം അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് എന്താ പറയുക, എൻ്റെ അപ്പൻ ഒരു ഡയലോഗ് പറയും, കൺസിസ്റ്റൻസി ഓഫ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും. അതാണ് ഇവിടെ കാണുന്നത്. അതായത് കൺസിസ്റ്റൻ്റായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആവണേ. മനസ്സിലായോ? ഒരിടത്ത് പറഞ്ഞിരിക്കുന്നതല്ല മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് എപ്പോഴും പരസ്പരം വിരുദ്ധമായിട്ടാണ്. ഒരിടത്ത് ഈ സംഭവം നടക്കുന്നത് ശിമയോൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ വീട്ടിലാണ്. യോഹന്നാൻ്റെ പുസ്തകത്തിൽ, മത്തായിയുടെ പുസ്തകത്തിലും മാർക്കോസിൻ്റെ പുസ്തകത്തിലും, യോഹന്നാൻ്റെ പുസ്തകത്തിലാവട്ടെ വേശ്യാലയത്തിൽ വെച്ചാണ്. ലാസർ പെങ്ങന്മാരെ വെച്ച് നടത്തുന്ന വേശ്യാലയം ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. മനസ്സിലായോ? പിന്നെ മത്തായിലും മാർക്കോസിലും യേശുവിൻ്റെ തലയിലാണ് പൂശിയെന്നാണ് എഴുതിയേക്കണം. ഇവിടെ യേശുവിൻ്റെ കാലിൽ പൂശിയെന്ന് എഴുതിയേക്കണം. പിന്നെ ഇനിയുണ്ട്, വ്യത്യാസങ്ങൾ തീർന്നിട്ടില്ല. മത്തായിയിൽ ശിഷ്യന്മാർ യേശുവിനോട് എതിർത്തു പറഞ്ഞു എന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? പക്ഷേ മാർക്കോസിൽ വന്നപ്പോൾ
ചില ശിഷ്യന്മാർ ഈ സ്ത്രീയോട് എതിർത്ത് പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യണത്, സ്ത്രീയോട് സംസാരിക്കുന്നത്. മനസ്സിലായോ? മത്തായിയിൽ യേശു എന്തിനിത് അനുവദിച്ചു എന്ന വിധത്തിലാണ് ചോദ്യങ്ങൾ പോണത്. പക്ഷേ മാർക്കിൽ വന്നപ്പോഴേക്കും ചില ശിഷ്യന്മാർ ആ സ്ത്രീയോട് ഇങ്ങനൊരു കാര്യം ചെയ്ത സ്ത്രീയോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഇനി യോഹന്നാൻ്റെ പുസ്തകത്തിൽ വന്നപ്പോഴോ ഒരു കുപ്പി നാദീർ സുഗന്ധ തൈലം എടുത്ത യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയാത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദിനാറാക്കി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. ഈ പണസഞ്ചിയിൽ എവിടെ നിന്നാണ് കാശ് വീണത്? യേശുവിൻ്റെ കൂടെ ആകെ കൂടി ഉള്ളത് വേശ്യ സ്ത്രീകളാണ്. അപ്പോൾ വേശ്യ സ്ത്രീകളുടെ വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ കാശാണ് ഈ പണസഞ്ചിയിൽ വീണിരുന്നത്. ആ കാശ് യൂദാസ് എടുക്കാറുണ്ടായിരുന്നു. യൂദാസ് കള്ളനായിരുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു തന്നെയല്ലേ യൂദാസിനെ ചൂസ് ചെയ്തത്? ഈ 12 ശിഷ്യന്മാരെ യേശു ചൂസ് ചെയ്തതാണ്. യേശു അവർക്ക് എല്ലാവർക്കും പിശാചുക്കളുടെ മേൽ സകല അധികാരവും ശക്തിയും നൽകി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ അറിയാൻ പാടില്ലായിരുന്നു. ഈ 12 ശിഷ്യന്മാരിൽ യൂദാസിനെ സ്വീകരിക്കാൻ പാടില്ല, അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം യൂദാസ് കള്ളനാണ് എന്നറിയാൻ പാടില്ലായിരുന്നു. യൂദാസ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമാണ് യൂദാസ് കള്ളനാണെന്ന് പറയുന്നത് മനസ്സിലായത്. പക്ഷേ ഇത് പെസഹ തിരുനാളിന് 6 ദിവസം മുമ്പാണ്. അവസാന അത്താഴ സമയത്തും യൂദാസിൻ്റെ കയ്യിലാണ് പണപ്പെട്ടിരിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ പുസ്തകം 12-ാം അധ്യായമല്ലേ, 13-ാം അധ്യായം വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 12-ാം അധ്യായത്തിൽ പെസഹ തിരുനാളിന് തന്നെ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു യൂദാസ് കള്ളനായിരുന്നു എന്നും യൂദാസ് കാശെടുക്കാറുണ്ടായിരുന്നു എന്നും. ഇപ്പോൾ നിങ്ങൾ 12 പേര് 13 പേരുടെ ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അതിലൊരുത്തൻ കള്ളനാണ് എന്നറിഞ്ഞാൽ നിങ്ങൾ പിന്നെ അയാളുടെ അടുത്ത് പണപ്പെട്ടി കൊടുക്കൂ. അത് മേടിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യില്ലേ? അതല്ലേ അതിൻ്റെ ശരി. അപ്പോൾ ഇത് കേട്ടോളൂ. യോഹന്നാൻ്റെ പുസ്തകം 13-ാം അധ്യായം. അപ്പകഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നു? അവൻ തന്നെ. അവൻ അപ്പകഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്ന വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്നറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. അപ്പോൾ യേശുവിൻ്റെ മരണം വരെ യൂദാസിൻ്റെ കയ്യിലാണ് പണസഞ്ചി. പക്ഷേ നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ യൂദാസ് കള്ളനാണെന്ന്. അങ്ങനെ യൂദാസ് കള്ളനായിരുന്നെങ്കിൽ ആ പണസഞ്ചി മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടതായിരുന്നില്ലേ? ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് യൂദാസ് കള്ളനായിരുന്നില്ല എന്നാണ്. യേശുവിൻ്റെ കാലിലും തലയിലുമൊക്കെ വേശ്യാസ്ത്രീകൾ വന്ന് തൈലം പൂശണ്, യേശുവിൻ്റെ തിരുമ്മി കൊടുക്കണ്, തുടച്ചു കൊടുക്കണ്. ഇതൊക്കെ യൂദാസിൻ്റെ കൺമുമ്പിൽ നടക്കണേ. അപ്പോൾ യേശു ആണെങ്കിലോ, യേശു എപ്പോഴും പറയുന്നത് ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, അതിനേക്കാൾ എളുപ്പമായിരിക്കും ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോവുക എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ധനികൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകത്തില്ലല്ലോ. അപ്പോൾ ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ധനികനായ ഒരാൾ യേശുവിനെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയണത്. പിന്നെ യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം തുടങ്ങണ തന്നെ യേശു ദാരിദ്ര്യവാന്മാർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ പിന്നെ ധനികൻ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പോണത്? അങ്ങനെ നോക്കുമ്പോൾ യേശുവിന് ധനികരായിട്ടുള്ള ഒരൊറ്റ ഫോളോവർ പോലും പാടില്ല.
കാരണം ഒരു ധനികനായ ഫോളോവറാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയണത്, ഗുഡ് ടീച്ചർ വാട്ട് മസ്റ്റ് ഐ ഡു ടു ഹാവ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. നല്ലവനായ ഗുരു, നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് യേശു പറയണത്, വൈ ഡു യു കോൾ മീ ഗുഡ്, ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ് എന്ന് പറയുന്നത് അവിടെ. നിങ്ങളെന്തിന് നല്ലവനെന്ന് എന്നെ വിളിക്കുന്നു, നല്ലവരായ ആരുമില്ല, ദൈവം മാത്രം. അത് കഴിഞ്ഞിട്ട് യേശു പറയണേ, നിനക്ക് എന്താ അത് കൃത്യമായിട്ട് വായിക്കട്ടെ. അത് കൃത്യമായിട്ട് വായിച്ചാലേ സംഭവങ്ങൾ ക്ലിയർ ആവുള്ളൂ. കാരണം എനിക്കിപ്പോൾ എന്തായാലും ബൈബിൾ തന്നെ ഒരു സുഹൃത്ത് അയച്ചു തന്നേക്കണല്ല. അപ്പോൾ പിന്നെ നമ്മളത് കൃത്യമായിട്ട് വായിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. മനസ്സിലായി? ഇത് എന്നാ പിടിച്ചു 18-ാം അധ്യായം. ഓക്കെ, 18-ാം അധ്യായം 18-ാം വാക്യം, ലൂക്കാസിൻ്റെ പുസ്തകം. ഓക്കെ, ഇതൊന്ന് കേട്ടോളൂ. ഓക്കെ, ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായ മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. ഇതൊക്കെ പറയുമ്പോൾ യൂദാസ് കേട്ടോണ്ടിരിക്കണേ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ അതൊന്ന് ഭാവനയിൽ നമ്മളതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക, അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ യൂദാസ് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് യൂദാസ് ഈ 300 ധനാറ വിലയുള്ള സുഗന്ധ തൈലം യേശുവിൻ്റെ കാലിൽ കൊണ്ടുവന്ന് പൂശിയപ്പോൾ എതിർത്തത്. കാരണം എന്തുകൊണ്ട് ഈ സ്ത്രീയോട് പറയുന്നില്ല? പുരുഷനോട് ഒരുമാതിരി സംസാരിക്കുന്നു, സ്ത്രീയോട് മറ്റേ മാതിരി സംസാരിക്കുന്നു. അതൊരു ഊള സ്വഭാവമല്ലേ? ദൈവപുത്രന് ചേർന്ന പണിയാണോ അത്? അതാണ് യൂദാസ് ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ യൂദാസിനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ നോക്കണതാണ് ബൈബിള്. യൂദാസ് കള്ളനായിരുന്നു, കാശെടുക്കാറുണ്ടായിരുന്നു. അതിനും ഞാൻ തെളിവ് നിരത്തിയല്ലോ. കാശെടുക്കാറുണ്ടായിരുന്നെങ്കിൽ ആളെ മാറ്റണമായിരുന്നു. പക്ഷെ അവസാനം വരെ പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ യേശുവിൻ്റെ കാലിൽ വേശ്യകൾ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയുള്ള സാധനം കൊണ്ടുവന്ന് പൂശിയാലും യേശു ഒന്നും മിണ്ടൂല, അനുവദിക്കും. അത് വേശ്യകളോട് യേശുവിനൊരു സോഫ്റ്റ് കോർണറും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ വേശ്യകളുടെ കൂട്ടുകാരെന്ന് വിളിച്ചിരുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് യേശു ദൈവപുത്രനാണെന്നല്ല, പരമപിശാചാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തെത്തി. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.